ദ ഹൗസ്മേഡ് സീരീസിലെ ബുക്സ് എല്ലാം അതിന്റെ ഓർഡറിൽ തന്നെ വായിക്കേണ്ടതുണ്ടോ? ദ ഹൗസ്മേഡ് സീരീസിലെ 3 ബുക്സും ടീനേജേഴ്സിന് ഏജ് അപ്രോപ്രിയേറ്റ് ആണോ? ഈ സീരീസിലെ 3 ബുക്സിന്റെ കഥയിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ദ ഹൗസ്മേഡ് സീരീസിലെ 3 ബുക്സും ബിഗിനർ ഫ്രണ്ട്ലി ബുക്സ് ആണോ? ഈ സീരീസിലെ 3 ബുക്സിൽ ഏതാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ്? ഈ സീരീസിലെ 3 ബുക്സിൽ ഏതാണ് എന്റെ ലീസ്റ്റ് ഫേവറേറ്റ്? ലെറ്റ്സ് സീ ദാറ്റ് നൗ. ഇൻ കേസ് നിങ്ങൾ ദ ഹൗസ്മേഡ് സീരീസിനെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ഹൗസ്മേഡ് എന്ന ബുക്ക് ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ട് ഒരുപാട് പേരും വായിക്കുന്ന ബുക്കാണ്. ഫ്രെഡ മക്ഫഡൻ ആണ് ഈ ബുക്കിന്റെ ഓഥർ. ഇതൊരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ വരുന്ന ബുക്കാണ്. ദ ഹൗസ്മേഡിന് ശേഷം ദ ഹൗസ്മേഡ് സീക്രട്ട്, ദ ഹൗസ്മേഡ് ഇസ് വാച്ചിങ് എന്ന 2 ബുക്സ് കൂടി ഓഥർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഈ 3 ബുക്സ് ആണ് ദ ഹൗസ്മേഡ് സീരീസിൽ ഉള്ളത്. ഫസ്റ്റ് ബുക്ക് ദ ഹൗസ്മേഡ്, സെക്കൻഡ് ബുക്ക് ദ ഹൗസ്മേഡ് സീക്രട്ട്, തേർഡ് ബുക്ക് ദ ഹൗസ്മേഡ് ഇസ് വാച്ചിങ്. ഇതിൽ ദ ഹൗസ്മേഡ് എന്ന ബുക്കിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്ക് ടു ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇത് ദ ഹൗസ്മേഡ് എന്ന സീരീസിലെ 3 ബുക്സിനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പാരിസൺ റിവ്യൂ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കില്ല. സോ ബുക്ക് വായിക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ധൈര്യത്തോടെ ഈ വീഡിയോ കാണാം. ഫസ്റ്റ് ഈ 3 ബുക്കിലെ സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ വളരെ ഹൈ ലെവൽ ആയിട്ട് പറയാം. ഇത് ഈ 3 ബുക്സിനെ കുറിച്ചിട്ട് ചെറിയൊരു ഐഡിയ കിട്ടാനായിട്ടാണ്. കമ്പാരിസൺ റിവ്യൂ വീഡിയോ ആയതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതിനുശേഷം നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടുപിടിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് കഥയൊന്നും അറിയണ്ട, എനിക്ക് ആദ്യം ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ബുക്ക് നമ്പർ 1 ദ ഹൗസ്മേഡ്. ജയിലിൽ നിന്ന് പരോളിൽ പുറത്തു വന്ന് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ തന്റെ ചെറിയൊരു കാറിൽ താമസിച്ചു വന്ന മിലിക്ക് അത്യാവശ്യം നല്ല കാഷ് ടീമായ വിൻചെസ്റ്റേഴ്സ് ഫാമിലിയിൽ ഹൗസ്മേഡിന്റെ ഒരു ജോലി കിട്ടും. ജോലിക്ക് പുറമെ വിൻചെസ്റ്റേഴ്സ് ഫാമിലിയുടെ ആറ്റിക്കിലുള്ള ഒരു ചെറിയ മുറി കൂടി താമസിക്കാനായിട്ട് മിലിക്ക് കിട്ടും. ജയിലിൽ പോയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഒരു ജോലി കിട്ടാൻ തന്നെ കഷ്ടപ്പെട്ട തനിക്ക് ജോലി, താമസിക്കാൻ ഒരു മുറി, ഭക്ഷണം ഇതെല്ലാം കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ മിലി നല്ല ഹാപ്പി ആവും. പക്ഷെ ആ സന്തോഷമെല്ലാം ജോലിക്ക് ചേർന്നതിന് ശേഷം കുറയാൻ തുടങ്ങും. വിൻചെസ്റ്റേഴ്സിന്റെ വീട്ടിലെ അവസ്ഥ, വീട്ടിലെ ആളുകളുടെ പെരുമാറ്റം, മിലിക്ക് താമസിക്കാനായിട്ട് കൊടുത്ത മുറി അതെല്ലാം അത്ര തൃപ്തികരമല്ലായിരുന്നു. ഇതെല്ലാം സഹിച്ച് മിലി തന്റെ ജോലി കണ്ടിന്യൂ ചെയ്യുമോ? എന്താണ് വിൻചെസ്റ്റേഴ്സിന്റെ വീട്ടിലെ സീക്രട്ട്? ഇതെല്ലാമാണ് ദ ഹൗസ്മേഡ് എന്ന ബുക്കിലെ കഥ. നെക്സ്റ്റ് ബുക്ക് നമ്പർ 2 ദ ഹൗസ്മേഡ് സീക്രട്ട്. ഫസ്റ്റ് ബുക്കിലെ കഥ നടന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പല ജോലികളൊക്കെ ചെയ്ത് മിലിക്ക് ഇപ്പോൾ ചെറിയൊരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കാനും പാർട്ട് ടൈം ആയിട്ട് ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും തന്റെ ബാക്ക്ഗ്രൗണ്ട് കാരണം മിലിക്ക് ഒരു ജോലി കിട്ടാനായിട്ട് നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ വീണ്ടും മിലിക്ക് ഒരു ഹൗസ്മേഡ് ആയിട്ട് ജോലി കിട്ടും. ഈ പ്രാവശ്യം ഗാരിക്സ് എന്ന ഫാമിലിയിലാണ് ഹൗസ്മേഡ് ആയിട്ട് മിലി ജോയിൻ ചെയ്യുന്നത്. ആ വീട്ടിലെ തന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം എന്ന് പറയുന്നതിനോടൊപ്പം ഡഗ്ലസ് ഗാരിക്സ് ആ വീട്ടിലെ ഗസ്റ്റ് ബെഡ്റൂമിൽ മാത്രം കയറാൻ പാടില്ല എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. തന്റെ ഭാര്യ വെൻഡിയാണ് ആ റൂമിലുള്ളത്. വെൻഡിക്ക് തീരെ സുഖമില്ല, അവരുടെ അടുത്ത് പോകരുത്, സംസാരിക്കരുത് എന്നെല്ലാം ഡഗ്ലസ് പറയുന്നത് കേട്ട് മിലിക്ക് എന്തോ ഒരു പന്തികേടുള്ള പോലെ തോന്നും. വീട് ക്ലീൻ ചെയ്യാനായിട്ട് മിലി വരുമ്പോൾ ഗസ്റ്റ് ബെഡ്റൂമില് കരച്ചിലും വഴക്കിടലും ഒക്കെ കേൾക്കാറുണ്ട്. എന്താണ് വെൻഡിക്ക് പറ്റിയത്? ഗാരിക്സിന്റെ വീട്ടില് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? മിലി തന്റെ ജോലി റിസ്ക് ചെയ്തുകൊണ്ട് അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് മുതിരുമോ എന്നതെല്ലാമാണ് ഈ ബുക്കിന്റെ കഥ. നെക്സ്റ്റ് ബുക്ക് നമ്പർ 3 ദ ഹൗസ്മേഡ് ഇസ് വാച്ചിങ്. രണ്ടാമത്തെ സ്റ്റോറി കഴിഞ്ഞ് കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞുള്ള സ്റ്റോറിയാണ് ദ ഹൗസ്മേഡ് ഇസ് വാച്ചിങ് എന്ന ബുക്കിലുള്ളത്. മിലിയുടെ കല്യാണം കഴിഞ്ഞ് അവർക്കിപ്പോൾ 2 കുട്ടികളുണ്ട്. ഒരു വീട് സ്വന്തമായി വാങ്ങിച്ചു. താൻ പഠിച്ച ഡിഗ്രി കോഴ്സിന് സ്യൂട്ട് ആകുന്ന ഒരു ജോലി കൂടി ലഭിച്ച മിലിക്ക് ഇപ്പോൾ ഹൗസ്മേഡ് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. മിലിയും മിലിയുടെ ഹസ്ബൻഡും കൂടി പുതിയതായി വാങ്ങിച്ച വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവരുടെ നെയ്ബർഹുഡിൽ എന്തൊക്കെയോ പന്തികേടുള്ളതുപോലെ മിലിക്ക് തോന്നും. അവിടെ പരിചയപ്പെട്ട 2 നെയ്ബേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ളവരാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബി കെയർഫുൾ ഓഫ് യുവർ നെയ്ബേഴ്സ് എന്ന വാർണിംഗും കൊടുക്കും. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന മിലിയുടെ ഫാമിലിയിൽ ഹസ്ബൻഡിൽ ചില മാറ്റങ്ങൾ മിലി കണ്ടു തുടങ്ങും. അത് തന്നെ നെയ്ബർ കാരണമാണോ? 2 നെയ്ബേഴ്സിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ഹൗസ്മേഡിന്റെ ജോലി വിട്ടതിനു ശേഷം മറ്റുള്ളവരുടെ വീട്ടിലെ സീക്രട്സ് ഒന്നും ഇനി തനിക്ക് അറിയേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്ന മിലിക്ക് പുതിയ നെയ്ബർഹുഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സീക്രട്സ് ചികഞ്ഞ് കണ്ടുപിടിക്കേണ്ടി വരുമോ എന്നതാണ് ഈ ബുക്കിന്റെ കഥ. ഇനി നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടുപിടിക്കാം. നമ്പർ 1 ദ ഹൗസ്മേഡ് സീരീസിലെ ബുക്സ് എല്ലാം അതിന്റെ ഓർഡറിൽ തന്നെ വായിക്കേണ്ടതുണ്ടോ? ഈ 3 ബുക്സിലെ കഥകൾ ഡിഫറെന്റ് ആണെങ്കിലും ഇതിലെ മെയിൻ ക്യാരക്ടറായ മിലി തന്റെ ലൈഫിലെ ഓരോ സ്റ്റേജസിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കഥയാണ് ഈ 3 ബുക്കിലുള്ളത്. ഫസ്റ്റ് ബുക്ക് വായിക്കാതെ മറ്റു ബുക്സ് എന്തായാലും വായിക്കരുത്. ഫസ്റ്റ് ബുക്കിലൂടെയാണ് മിലി എന്ന ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് ഫുൾ ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ ദ ആൻസർ ഇസ് യെസ്. ഈ സീരീസിലെ ബുക്സ് എല്ലാം സ്റ്റാൻഡ് അലോൺ ആയിട്ട് വായിക്കാതെ ഓർഡറിൽ തന്നെ വായിക്കുന്നതാണ് നല്ലത്. നമ്പർ 2 ഈ സീരീസിലെ 3 ബുക്സും ടീനേജേഴ്സിന് ഏജ് അപ്രോപ്രിയേറ്റ് ആണോ? ഈ 3 ബുക്സും സൈക്കോളജിക്കൽ ത്രില്ലർ നോവൽ ആയതുകൊണ്ട് ചെറുതായിട്ട് മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യുന്ന കണ്ടന്റ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് ബുക്കിൽ അത്ര ഇല്ല. ഫസ്റ്റ് ആൻഡ് തേർഡ് ബുക്കിലാണ് ഉള്ളത്. ബട്ട് ഐ വുഡ് സേ അത് അത്ര ഡിസ്റ്റർബിംഗ് അല്ല. ഇപ്പോഴുള്ള ചില മൂവീസിലെല്ലാം അതിനേക്കാളും ഡിസ്റ്റർബിംഗ് കണ്ടന്റ് ഉണ്ട്. സോ ടീനേജേഴ്സിനും ഈ ബുക്ക് വായിക്കാവുന്നതാണ്. നമ്പർ 3 ദ ഹൗസ്മേഡ് സീരീസിലെ 3 ബുക്സിന്റെ കഥയിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ഇതിലെ മെയിൻ ക്യാരക്ടറായ മിലിയുടെ നേച്ചർ, മിലി ചെയ്യുന്ന പ്രവർത്തികൾ, അതിന്റെ പിന്നിലെ കാരണങ്ങൾ ഇതെല്ലാം തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിലും ബുക്കിലെ സ്റ്റോറി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്പർ 4 ദ ഹൗസ്മേഡ് സീരീസിലെ 3 ബുക്സും ബിഗിനർ ഫ്രണ്ട്ലി
ഫ്രണ്ട്ലി ആണോ? ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചാനലിൽ ഈ ഒരു വീഡിയോയെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടതിന് ഒരു വ്യൂവർ കമന്റ് ഇട്ട് ചോദിച്ചതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ റെസ്പോണ്ടിങ് ടു മൈ പോസ്റ്റ്. ഇനി ഇതിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ഈ 3 ബുക്സിലും ഓഥർ നല്ല സിമ്പിൾ സെന്റൻസസ് യൂസ് ചെയ്താണ് കഥ പറഞ്ഞിട്ടുള്ളത്. ബട്ട് കുറച്ചു കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്ത് പറയുവാണെങ്കിൽ ഈ 3 ബുക്സും ഒരേപോലെ ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ബുക്ക് ദ ഹൗസ് മെയ്ഡില് ക്യാരക്ടേഴ്സ് ഒരുപാടില്ല, പിന്നെ കഥയെ ഒരു ഒഴുക്കിലാണ് പോകുന്നത്, ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഈ ബുക്കിന് ബിഗിനേഴ്സിന് നല്ല സ്യൂട്ട് ആയിരിക്കും. അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് പോലും വായിച്ച് കഥ അധികം ആയാസമില്ലാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സെക്കൻഡ് ബുക്ക് ദ ഹൗസ് മെയ്ഡ് സീക്രട്ടിലും ചെറിയ ചാപ്റ്റേഴ്സ് ആണുള്ളത്. കഥയും നല്ല ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ബുക്ക് പോലെ തന്നെ സെക്കൻഡ് ബുക്കും നല്ല പേജ് ടേണർ ആണ്. ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ബുക്കിനെക്കാളും ഈ ബുക്കിൽ കുറച്ച് എക്സ്ട്രാ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ കഥ വായിക്കുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും ലിങ്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. മേ ബി അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് ഇതിൽ കുറച്ച് തപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മറ്റു മിസ്റ്ററി ത്രില്ലർ നോവൽസ് ഒക്കെ കുറച്ചൊക്കെ വായിച്ചു തുടങ്ങിയാൽ തന്നെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ തേർഡ് ബുക്ക് ദ ഹൗസ് മെയ്ഡ് ഇസ് വാച്ചിങ്, ഇത് മറ്റു 2 ബുക്സിന്റെ അത്ര ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയില്ല. ഒന്നാമത് ഈ ബുക്കിലെ പേജിന്റെ കൗണ്ട് മറ്റു ബുക്സിനെക്കാട്ടിലും കൂടുതലാണ്. 380+ പേജസ് എന്തോ ഉണ്ട്. അത് മാത്രമല്ല ദ ഹൗസ് മെയ്ഡ് എന്ന ബുക്കിന് ഒരു ത്രില്ലുണ്ട്. അത് ഫസ്റ്റ് 2 ബുക്സ് വായിച്ചാൽ അറിയാൻ പറ്റും. അതിലൊക്കെ ബുക്കിന്റെ തുടക്കം മുതൽ ലഭിച്ച ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ്, ആ ഒരു വൈബ് ഒക്കെ ഈ ബുക്കില് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടേ വന്നു തുടങ്ങുള്ളൂ. ഫസ്റ്റ് പാർട്ട് ഓൾമോസ്റ്റ് ബുക്കിന്റെ പാതിയോളം നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. ചാപ്റ്റേഴ്സും കുറച്ച് വലുതാണ്. എന്താണ് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ, പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയുവാണല്ലോ എന്നൊക്കെ തോന്നും. ബട്ട് സെക്കൻഡ് പാർട്ട് ഓൺവേർഡ്സ് സ്റ്റോറി പിക്കപ്പ് ചെയ്ത് ആ പഴയ ത്രില്ല് കൊണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാലും തുടക്കക്കാർക്ക് കഥ എളുപ്പത്തിൽ മനസ്സിലായാലും കുറച്ച് ബോറടി വരുന്നത് കാരണം ചിലപ്പോൾ റീഡിംഗ് അത്ര പ്രോഗ്രസ് ആവാത്ത പോലെ തോന്നും. ഇതാണ് ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന ചോദ്യത്തിന് എന്റെ ഒരു ഒപ്പീനിയൻ. ഈ ആൻസർ യൂസ്ഫുൾ ഒക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ 5, ഈ 3 ബുക്സിൽ ഏതാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ്? ഇതിനുള്ള ആൻസർ ഒബ്വിയസ്ലി ദ ഹൗസ് മെയ്ഡ് എന്ന ബുക്കാണ്. ഞാൻ ഫ്രിഡ മക്ഫഡൻ എന്ന ഓഥറിന്റെ ബുക്സിൽ ഹുക്ഡ് അപ്പ് ആവാനായിട്ട് കാരണം ഈ ഒരു ബുക്കാണ്. സോ ദ ഫസ്റ്റ് ബുക്ക് ദ ഹൗസ് മെയ്ഡ് ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ബുക്ക് ഇൻ ദിസ് സീരീസ്. നമ്പർ 6, ഈ 3 ബുക്സിൽ ഏതാണ് എന്റെ ലീസ്റ്റ് ഫേവറേറ്റ് ബുക്ക്? ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിൽ നിന്നും ഇതിനുള്ള ആൻസർ നിങ്ങൾക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റും. യെസ്, ദ തേർഡ് ബുക്ക് ദ ഹൗസ് മെയ്ഡ് ഇസ് വാച്ചിങ് ആണ് ഈ സീരീസിലെ എന്റെ ലീസ്റ്റ് ഫേവറേറ്റ് ബുക്ക്. ഈ ഒരു ബുക്കിന് മറ്റു 2 ബുക്സിന്റെ അത്ര കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. ഈവൻ ദോ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ബുക്ക് ത്രില്ലിംഗ് ആയിരുന്നെങ്കിലും. അപ്പൊ ഇതൊക്കെയാണ് ദ ഹൗസ് മെയ്ഡ് എന്ന സീരീസിലെ 3 ബുക്സിനെ കമ്പയർ ചെയ്ത് എനിക്ക് പറയാനുള്ള റിവ്യൂ. ഈ ബുക്സ് ട്രൈ ചെയ്യാനും ഫ്രിഡ മക്ഫഡൻ എന്ന ഓഥറിനെ കുറിച്ചിട്ട് അറിയാനുമെല്ലാം ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 3 ബുക്സിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാത്ത ഈ ബുക്സിനെ കുറിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ഈ ബുക്സ് ഒക്കെ ഓൾറെഡി വായിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ലീസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫേവറേറ്റ് ബുക്സ് ഏതാണെന്നും കമന്റ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു ബുക്ക് റിലേറ്റഡ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ധാരാളം ബുക്സ് വായിക്കുക, ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.